ഹായ്, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഇൻവേഴ്സ് എങ്ങനെ കണ്ടെത്താം എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒപ്പം അതിൻ്റെ ഗ്രാഫ്സ് പരിചയപ്പെട്ടു. ഓരോ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെയും ഡൊമൈനും പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചും എന്താണെന്ന് വിശദമായി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തീർച്ചയായും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അതൊന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടി ഒരിക്കൽ കൂടെ ഞാനൊന്ന് ഓടിച്ച് പറയാം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ് സൈൻ ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ഡൊമൈൻ ക്ലോസ്ഡ് ഇന്റർവൽ -1,1 അതിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ക്ലോസ്ഡ് ഇന്റർവൽ -π/2, π/2. ഓക്കെ, ഇതേപോലെ കോസ് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനാണ് കൂടുതൽ പ്രാധാന്യം. അതുകൊണ്ട് അത് മാത്രം ഞാൻ പറഞ്ഞു പോകാം. കോസ് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്താണ്? ക്ലോസ്ഡ് ഇന്റർവൽ 0,π. ടാൻ ഇൻവേഴ്സ് എന്താണ്? ഓപ്പൺ ഇന്റർവൽ -π/2, π/2. കോട്ട് ഇൻവേഴ്സ് ഓപ്പൺ ഇന്റർവൽ 0,π. സീക്ക് ഇൻവേഴ്സ് ക്ലോസ്ഡ് ഇന്റർവൽ 0,π മൈനസ് സെറ്റ് π/2 എന്ന് പറഞ്ഞാൽ 0ക്കും 180 ഡിഗ്രിക്കും ഇടയ്ക്കുള്ള എല്ലാ വാല്യൂസും വരും എക്സെപ്റ്റ് 90 ഡിഗ്രി. ഓക്കെ, സിമിലർലി കൊസീക് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്താണ്? ക്ലോസ്ഡ് ഇന്റർവൽ -π/2, +π/2 മൈനസ് സെറ്റ് 0. അതായത് -90ക്കും +90ക്കും ഇടയ്ക്കുള്ള എല്ലാ വാല്യൂസും വരും എക്സെപ്റ്റ് 0. ദീസ് ആർ ദ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചസ് ഓഫ് ഇമ്പോർട്ടന്റ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. ഇത് നിങ്ങളുടെ മനസ്സിൽ തീർച്ചയായും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഇന്നത്തെ പ്രോബ്ലംസ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ശ്രദ്ധിക്കാനുള്ളത് കോസ് ഇൻവേഴ്സ്, സീക്ക് ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ്, ഈ 3 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെയും പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ശ്രദ്ധിക്കുക. എന്ത് കിട്ടി? ഇത് 3ന്റെയും പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ വരുന്ന വാല്യൂസ് എല്ലാം എന്താണ്? പോസിറ്റീവ് ആണ്. 0യേക്കാളും വലുതാണ്, 0യേക്കാളും വലുതാണ്. ഇവിടെയും 0യേക്കാളും എന്താണ്? വലുതാണ്. ഇതൊന്നും എന്ത് വരത്തില്ല? നെഗറ്റീവ് വാല്യൂസ് വരത്തില്ല. ഓക്കെ, അത് മനസ്സിലുണ്ടായിരിക്കണം. ശരി, ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ പ്രിൻസിപ്പൽ വാല്യൂ എങ്ങനെ കണ്ടെത്താം. അപ്പോൾ എന്താണ് പ്രിൻസിപ്പൽ വാല്യൂ എന്നറിയണം. സോ ഡെഫിനിഷൻ: ദ വാല്യൂ ഓഫ് ആൻ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ which lies in the principal value branch, which lies in the principal value branch is called principal value of that inverse trigonometric function. പിടികിട്ടിയായിരുന്നു? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്. അപ്പോൾ നമുക്ക് പ്രിൻസിപ്പൽ വാല്യൂസ് ആണ് കാണേണ്ടത്. അത് കാണുന്നതിന് വേണ്ടി കഴിഞ്ഞ വർഷം പഠിച്ച സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് ട്രിഗണോമെട്രിക് വാല്യൂസ് ഉണ്ട്. അത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ മനസ്സിൽ ഉൾക്കൊള്ളണം, അല്ലെങ്കിൽ മനസ്സിലാക്കിയേ പറ്റൂ. എങ്കിൽ മാത്രമേ ഇവിടുത്തെ പ്രോബ്ലംസ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് സ്റ്റാൻഡേർഡ് വാല്യൂസ് എഴുതിയിട്ടുണ്ട്. ഒരു പ്രത്യേക രീതിയിലാണ് ഞാൻ ആംഗിൾസ് ഒക്കെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കാം. sin 30 1/2, sin 60 √3/2, sin 91 sin 00, sin 45 1/√2. ഇത് പഠിച്ചാൽ ഉടൻ തന്നെ കൊസൈന്റെ വാല്യൂസ് എഴുതാം. sin 30യുടെ വാല്യൂ തന്നെ ആയിരിക്കും cos 60യുടെ വാല്യൂ. അതുപോലെ sin 60യുടെ വാല്യൂ തന്നെ ആയിരിക്കും എന്ത്? cos 30യുടെ വാല്യൂ. ഇപ്പൊ ഒരു പ്രത്യേക കുടുംബമായിട്ട് അവിടെ ഇരുന്നോട്ടെ. അതുപോലെ sin 91 ആണെങ്കിൽ നേരെ ഇവിടെ വരുന്ന ഡയഗണൽ എലമെന്റ് cos എന്താണ്? 0 എന്തായിരിക്കും? 1. അതുപോലെ sin 00 ആകുമ്പോൾ cos 90യുടെ വാല്യൂ എന്ത് വരും? 0 എന്ന് വരും. അതൊരു പ്രത്യേക കുടുംബം. ഇവരുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു ഒറ്റയാനാണ് 45 ഡിഗ്രി. അവിടെ എന്താണ്? sin 45ഉം cos 45 എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ കോസിന്റെ വാല്യൂ എഴുതിക്കൂടെ? ഇനി ടാനിന്റെ വാല്യൂ വളരെ സിമ്പിൾ ആണ്. sin ബൈ കോസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ടാൻ. ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/√3. ടാൻ 30 എന്ന് പറഞ്ഞാൽ 1/√3. ടാൻ 60 എന്ന് പറഞ്ഞാൽ √3. ടാൻ 90 that is 1/0 not defined എന്ന് എഴുതാം. ടാൻ 0 0. ടാൻ 45 ഇത് രണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 1. ഈ വാല്യൂസ് നിർബന്ധമായി നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ശരി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഫൈൻഡ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/2. സൈൻ ഇൻവേഴ്സ് 1/2ന്റെ പ്രിൻസിപ്പൽ വാല്യൂ കാണുക. ഓക്കെ, അപ്പോൾ ഇത് കാണുന്നതിന് വേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് സൈൻ ഇൻവേഴ്സ് 1/2 ഈക്വൽ ടു എന്ത് കൊടുക്കുക? y എന്ന് കൊടുക്കുക. നമ്മൾ ഇന്നലെ പഠിച്ച ഒരു ഡെഫിനിഷൻ ഉണ്ട്. ഇഫ് സൈൻ ഇൻവേഴ്സ് x ഈക്വൽ ടു y ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് x ഈക്വൽ ടു എന്താണ്? സൈൻ y എന്ന് എഴുതാം ബൈ ഡെഫിനിഷൻ. എങ്കിൽ ഇവിടെ സൈൻ ഇൻവേഴ്സ് 1/2 ഈക്വൽ ടു y എങ്കിൽ 1/2 ഈക്വൽ ടു എന്തെന്ന് എഴുതാം? സൈൻ y. 1/2 ഈക്വൽ ടു സൈൻ y എന്ന് എക്സ്പ്രസ് ചെയ്യാം. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? y യുടെ വാല്യൂ ആണ്.
ഇത് സൈൻ വൈ ഈക്വൽ ടു 1/2. 1/2നെ സൈനിന്റെ ടേംസിൽ എഴുതണം. അപ്പോൾ സൈൻ എന്തിന്റെ വാല്യൂ ആണ് 1/2? അത് മനസ്സിലേക്ക് വരണം. സൈൻ എന്തിന്റെ വാല്യൂ ആണ് 1/2? നമുക്കറിയാം സൈൻ 30 ഡിഗ്രി ആണ് 1/2. സോ സൈൻ 30 ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 1/2ന്റെ പ്ലേസിൽ എഴുതാം. സോ സൈൻ 30 ഡിഗ്രി. നമ്മൾ ഇങ്ങനത്തെ കേസിലെല്ലാം റേഡിയൻ മെഷർ എഴുതുന്നതാണ് ബെറ്റർ. 30 ഡിഗ്രി. അപ്പൊ 30 ഡിഗ്രിയുടെ റേഡിയൻ മെഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? π/6. ഇതും കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അത് ഞാൻ ഇവിടെ എഴുതുന്നു. സോ 1/2നെ സൈൻ 30 എന്ന് എഴുതാം, അല്ലെങ്കിൽ സൈൻ എന്തെന്ന് എഴുതാം? π/6 ഈക്വൽ ടു എന്ത് കിട്ടി? സൈൻ വൈ. ഓക്കെ, ഇപ്പോൾ സൈൻ π/6 ഈക്വൽ ടു സൈൻ വൈ. therefore എന്ത് കിട്ടും? y ഈക്വൽ ടു π/6. ദാറ്റ് ഈസ് സൈൻ ഇൻവേഴ്സ് 1/2 ഈക്വൽ ടു എന്താണ്? π/6 എന്ന് കിട്ടി. ഒരു കാര്യം കൂടെ ഓർമ്മിക്കണം, ഈ π/6 നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനകത്തുണ്ടോ? സൈൻ ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്താണ്? നമ്മൾ പറഞ്ഞു ക്ലോസ്ഡ് ഇന്റർവൽ -90, +90. -90ക്കും +90ക്കും ഇടയ്ക്കാണോ? ആണ്. π/6 എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി. -90നും +90നും ഇടയ്ക്ക് തന്നെയാണ്. വേണമെങ്കിൽ എലമെന്റ് ഓഫ് ക്ലോസ്ഡ് ഇന്റർവൽ -π/2, π/2 എന്നൊക്കെ എഴുതാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. ക്ലിയർലി ദ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/2 ഈക്വൽ ടു എന്തെന്ന് എഴുതാം? π/6. ഓക്കെ, ഇനി ഇത്രയും പാടുപെടേണ്ട ഒരു ആവശ്യമില്ല. ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് എത്താം. അനദർ മെത്തേഡ്. വി ഹാവ് ടു ഫൈൻഡ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/2. ഒറ്റ സ്റ്റെപ്പിൽ മനസ്സിലേക്ക് വരിക. സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാൽ സൈൻ എന്തിന്റെ വാല്യൂ ആണ് 1/2? സൈൻ എന്തിന്റെ വാല്യൂ ആണ്? സൈൻ 30 ഡിഗ്രി ആണ് 1/2. സൈൻ 30 ഡിഗ്രി ആണ് 1/2. സോ ഒറ്റയടിക്ക് നമുക്ക് എന്ത് എഴുതാം? 30 ഡിഗ്രി എന്ന് എഴുതാം. അതിനെ റേഡിയൻ മെഷറിൽ എഴുതുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 30 ഡിഗ്രി റേഡിയൻ മെഷറിൽ എഴുതുമ്പോൾ എന്ത് എഴുതാം? π/6 അല്ലെ? അറിഞ്ഞിടാത്തവർക്ക് ഞാൻ പറയാം. റേഡിയൻ മെഷറിൽ നമ്മൾ π എന്ന് പറഞ്ഞാൽ എന്താണ്? 180 ഡിഗ്രിയാണ്. 180 ഡിഗ്രിയുടെ റേഡിയൻ മെഷറാണ് π. അതുപോലെ π/2നെ എങ്ങനെ എഴുതാം? 90 ഡിഗ്രി. π/3 എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി. π മീൻസ് എന്താണ്? 180. 180/3 60 എന്ന് കിട്ടത്തില്ലേ? അത്രേ ഉള്ളൂ. π/4 180/4 45 ഡിഗ്രി. π/6 that can be written as 30 ഡിഗ്രി. ഇപ്പൊ ഡിഗ്രിയെ റേഡിയനിലോട്ട് കൺവെർട്ട് ചെയ്യാൻ കഴിഞ്ഞ വർഷം പഠിച്ചു. ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഞാൻ അവിടെ എഴുതിയെന്ന് മാത്രം. ഓക്കെ, അപ്പൊ 30 ഡിഗ്രി നമുക്ക് എന്ത് എഴുതാം? π/6 എന്ന് എഴുതാം. സോ ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രിൻസിപ്പൽ വാല്യൂ കണ്ടെത്താം. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് പറയാം. ഫൈൻഡ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് tan ഇൻവേഴ്സ് 1. എന്തായിരിക്കും? ഒറ്റ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് പറയാം. tan എന്തിന്റെ വാല്യൂ ആണ്? 1. സ്റ്റാൻഡേർഡ് വാല്യൂ tan 45 ആണ് 1. tan 45ന്റെ വാല്യൂ 1. അപ്പോൾ tan ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 45 ഡിഗ്രി. 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? π/4 എന്ന് ഒറ്റ സ്റ്റെപ്പിൽ എഴുതാം. ഒരു കാര്യം കൂടെ ഓർമ്മിക്കണം, 45 ഡിഗ്രി tan ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനകത്തുണ്ടോ? ഉണ്ട്. -90ക്കും +90ക്കും ഇടയ്ക്കായിരിക്കണം tan ഇൻവേഴ്സിന്റെ വാല്യൂ അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയാണ്. 45 ഡിഗ്രി ആ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനകത്ത് തന്നെയാണ്. സോ ദിസ് ഈസ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് tan ഇൻവേഴ്സ് 1. ഓക്കെ, ആൻസർ എഴുതിയതിനു ശേഷം ആ വാല്യൂ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനകത്തുണ്ടെന്ന് ഉറപ്പിക്കുക. ശരി. ഫൈൻഡ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ദ ഫോളോയിങ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കോസ് ഇൻവേഴ്സ് 1/2. ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റെപ്പ് എഴുതുകയും ചെയ്യാം, ഒറ്റ സ്റ്റെപ്പിലും എഴുതാം. ഇതൊക്കെ എക്സാമിനേഷൻ 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറാണ് പതിവ്. അതുകൊണ്ട് ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ എഴുതാം. കോസ് ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാൽ കോസ് എന്തിന്റെ വാല്യൂ ആണ് 1/2? ടേബിൾ മനസ്സിലുണ്ടായിരിക്കണം. കോസ് എന്തിന്റെ വാല്യൂ ആണ് 1/2? 60 ഡിഗ്രി. സോ ഹിയർ 60 ഡിഗ്രി എന്ന് എഴുതാം. ഓർ അല്ലെങ്കിൽ അതിനെ റേഡിയൻ മെഷർ 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? π/3. π/3 എന്ന് എഴുതുന്നതാണ് ബെറ്റർ. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം. നെക്സ്റ്റ്, ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/√2. അപ്പോൾ മനസ്സിലേക്ക് വരണം, സൈൻ എന്തിന്റെ വാല്യൂ ആണ് 1/√2? സൈൻ ആലോചിക്കുക, 45 ഡിഗ്രി ആണ് 1/√2. സോ സൈൻ ഇൻവേഴ്സ് 1/√2 എന്ന് പറഞ്ഞാൽ എന്താണ്? 45. That can be written as π/4. 45 എന്ന് പറഞ്ഞാൽ എന്താണ്? π/4. നെക്സ്റ്റ്, what is the value of tan inverse √3? അപ്പോൾ tan എന്തിന്റെ വാല്യൂ ആണ് √3? tan 60 ഡിഗ്രി ആണ് √3. സോ tan inverse √3 എന്താണ്? 60 ഡിഗ്രി. That is π/3 എന്ന് എഴുതാം. ഓക്കെ, ഇതെല്ലാം പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനകത്താണെന്ന് ഉറപ്പിക്കേണ്ട അത്യാവശ്യമാണ്. അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ, next question, find principal value of cosec inverse 2. Okay,
അപ്പോൾ ഇവിടെ കൊസീക്കിന്റെ വാല്യൂസ് ഒക്കെ പെട്ടെന്ന് മനസ്സിലേക്ക് വരാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ആദ്യം പറഞ്ഞ രീതിയിൽ ഞാൻ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിന്റെ ഇൻവേഴ്സ്, ഇതിന്റെ എന്താണ് പ്രിൻസിപ്പൽ വാല്യൂ ആണ് കാണേണ്ടത്. അതെന്തെന്നിരിക്കട്ടെ, y എന്നിരിക്കട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ അപ്പോൾ 2 ഈക്വൽ ടു എങ്ങനെ എഴുതാം, കൊസീക് y എന്ന് എഴുതാം. കൊസീക് ഇൻവേഴ്സ് 2 ഈക്വൽ ടു y. ദെൻ 2 ഈക്വൽ ടു കൊസീക് y എന്ന് എഴുതാം ബൈ ഡെഫിനിഷൻ. ഓക്കെ, ഇനി കൊസീക് y ആണ് 2. കൊസീക്കിന്റെ റെസിപ്രോക്കൽ എന്താണ്, സൈൻ. അപ്പൊ ഇവിടെ സൈൻ എഴുതുമ്പോൾ ഇവിടെ എന്തെഴുതിയാൽ മതി, 1/2. അല്ലെങ്കിൽ വേണ്ട, അതിന്റെ ഒന്നും പ്രശ്നമില്ല, വളരെ സിമ്പിൾ ആയിട്ട് പറയാം. 2 ഈക്വൽ ടു കൊസീക് x എന്ന് പറഞ്ഞാൽ 1/sin x. അപ്പൊ കൊസീക് y നമുക്ക് എങ്ങനെ എഴുതാം, 1/sin y. അല്ലെ, ഒറ്റ സ്റ്റെപ്പ് എഴുതാന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ദാറ്റ് മീൻസ് sin y ഈക്വൽ ടു എന്ത് കിട്ടി നമുക്ക്, ഈ sin y ഇങ്ങോട്ട് കോസ് മൾട്ടിപ്ലൈ 2 ഇങ്ങോട്ട് വരുമ്പോൾ 1/2 എന്ന് കിട്ടി. ഈ സ്റ്റെപ്പിന്റെ ആവശ്യമില്ല. 2 ഈക്വൽ ടു കൊസീക് y ആണെങ്കിൽ ഒറ്റയടിക്ക് റെസിപ്രോക്കൽ എടുത്ത് 1/2 ഈക്വൽ ടു 1/cosec y ദാറ്റ് ഈസ് sin y എന്ന് എഴുതാം. സോ sin y ഈക്വൽ ടു 1/2. ഇനി നിങ്ങൾക്ക് അറിഞ്ഞൂടെ, ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ എഴുതാം. sin y ഈക്വൽ ടു 1/2 ആണെങ്കിൽ y എന്ത്, sin എന്തിന്റെ വാല്യൂ ആണ് 1/2? നേരത്തെ പറഞ്ഞു സൈൻ എന്തിന്റെ വാല്യൂ ആണ് 1/2, 30 ഡിഗ്രി. സോ y ഈക്വൽ ടു 30 ഡിഗ്രി. 30 ഡിഗ്രി മീൻസ് പൈ ബൈ എന്താണ്, 6 എന്ന് എഴുതാം. സോ y ഈക്വൽ ടു എന്ത് കിട്ടി, പൈ ബൈ 6. ദാറ്റ് മീൻസ് കൊസീക് ഇൻവേഴ്സ് 2 ഈക്വൽ ടു എന്താണ്, പൈ ബൈ 6. ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. വീണ്ടും ഇത്രയും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, ഒറ്റ സ്റ്റെപ്പിൽ ആൻസറിലേക്ക് എത്താം. ഒരു പ്രോപ്പർട്ടി അറിഞ്ഞാൽ മതി. നോക്കിക്കോളൂ, കൊസീക് ഇൻവേഴ്സ് x ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1/x എന്ന് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. കണ്ടീഷൻ ഉണ്ട്, വേർ x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. എക്സിന്റെ വാല്യൂ ഒന്നുകിൽ ഒന്നോ അതിനേക്കാളും വലുതായിരിക്കണം, ഓർ അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കണം, -1. എക്സിന്റെ വാല്യൂ -1നേക്കാളും ചെറുതായിരിക്കണം, അതാണ് കണ്ടീഷൻ. അപ്പോൾ സിംപ്ലി സൈൻ ഇൻവേഴ്സ് 1/x എങ്ങനെ എഴുതാം, കൊസീക് ഇൻവേഴ്സ് x എന്ന് എഴുതാം. അപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ എഴുതാമെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പൊ നോക്കിക്കോ, കൊസീക് ഇൻവേഴ്സ് 2 പ്രിൻസിപ്പൽ വാല്യൂ കാണാൻ പറഞ്ഞാൽ എങ്ങനെ തുടങ്ങണം, കൊസീക് ഇൻവേഴ്സ് 2 ഈക്വൽ ടു കൊസീക് ഇൻവേഴ്സ് 2 പ്രിൻസിപ്പൽ വാല്യൂ കാണണം. കൊസീക് ഇൻവേഴ്സ് x എങ്ങനെ എഴുതാം, സൈൻ ഇൻവേഴ്സ് 1/2 ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1/2. വളരെ സിമ്പിൾ അല്ലേ. സൈൻ എന്തിന്റെ വാല്യൂ ആണ് 1/2, 30 ഡിഗ്രി ദാറ്റ് ഈസ് പൈ ബൈ 6 എന്ന് ഒറ്റ സ്റ്റെപ്പിൽ എഴുതാം, ഈ പ്രോപ്പർട്ടി അറിയാമെങ്കിൽ. എന്താണ് പ്രോപ്പർട്ടി, കൊസീക് ഇൻവേഴ്സ് x ഈക്വൽ ടു എന്തെന്ന് എഴുതാം, സൈൻ ഇൻവേഴ്സ് 1/x. സിമിലർലി വി ക്യാൻ റൈറ്റ് സീക് ഇൻവേഴ്സ് x ഈക്വൽ ടു എന്തായിരിക്കും, നിങ്ങൾ പറയും കോസ് ഇൻവേഴ്സ് 1/x. where same condition x greater than or equal to 1 or x less than or equal to എന്താണ്, -1. Okay, finally one more, എന്താണ് cosec inverse I sec inverse cot inverse x equal to cot inverse x equal to എന്തായിരിക്കും, tan inverse എന്താണ് 1/x എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ 3 ഫംഗ്ഷൻ വന്നാൽ ഈ രീതിയിൽ നമുക്ക് എഴുതാം. അത് പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷനിൽ വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് cot inverse √3. ഓക്കെ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ സ്റ്റെപ്പ് എഴുതി നമുക്ക് ചെയ്യാം, അതിന്റെ ആവശ്യമില്ല. cot inverse √3 that can be written as, നമുക്കറിയാം പ്രോപ്പർട്ടി cot inverse x equal to എന്താണ്, tan inverse 1/x. so cot inverse √3 equal to tan inverse reciprocal of this term, that is 1/√3 എന്ന് എഴുതാം. equal to ഇത് ഡയറക്റ്റ് ആയിട്ട് എഴുതി കൂടെ, tan inverse 1/√3. tan എന്തിന്റെ വാല്യൂ ആണ് 1/√3, tan 30 ഡിഗ്രി ആണ് 1/√3. സോ ഒറ്റ സ്റ്റെപ്പിൽ 30 ഡിഗ്രി എന്ന് എഴുതാം. 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/6 എന്ന് എഴുതാം. which is the answer. One more question, what is the value of sec inverse 2/√3? പറഞ്ഞോളൂ, sec inverse 2/√3 equal to sec inverse x നെ എങ്ങനെ എഴുതാം, cos inverse 1/x reciprocal 1/2/√3, that means √3/2 equal to cos inverse √3/2. cos എന്തിന്റെ വിലയാണ് √3/2, നിങ്ങൾക്കറിയാം cos എന്താണ് 30 ഡിഗ്രി ആണ് √3/2. so cos inverse √3/2 equal to 30 ഡിഗ്രി, that is π/6 again എന്ന് ആൻസർ കിട്ടും. ശരിയല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ 3 പ്രോപ്പർട്ടിയും നോട്ട്ബുക്കിൽ എഴുതുക.
cosec inverse x equal to എന്താണ് sin inverse 1 by x കണ്ടീഷൻ കൂടെ എഴുതുക. Similarly sec inverse x equal to cos inverse 1 by x and cot inverse x equal to tan inverse 1 by x. These are the first three properties of inverse trigonometric functions. Okay, next question. Find principal value of sin inverse minus 1 by 2. നെഗറ്റീവ് വാല്യൂസിന്റെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ ആണ് കാണേണ്ടത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ വീണ്ടും ആദ്യത്തെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ലെറ്റ് സൈൻ ഇൻവേഴ്സ് മൈനസ് 1 by 2 ഈക്വൽ ടു y. ദെൻ മൈനസ് 1 by 2 ഈക്വൽ ടു എന്തെഴുതാം സൈൻ y ബൈ ഡെഫിനിഷൻ. നമുക്ക് 1 by 2 എന്തിന്റെ ടേമിലോട്ട് കൺവേർട്ട് ചെയ്യണം? സൈനിന്റെ. നിങ്ങൾക്കറിയാം മൈനസ് അതുപോലെ ഇട്ടു. 1 by 2 സൈൻ എന്താണ് 1 by 2? സൈൻ 30 ഡിഗ്രി. 30 ഡിഗ്രി മീൻസ് 5/6 എന്ന് എഴുതാം റേഡിയനിൽ, അതറിയണം. ഈക്വൽ ടു സൈൻ y. ഓക്കെ, സൈൻ എന്താണ് സൈൻ 5/6 ആണ് 1 by 2. അതുകൊണ്ട് ഞാൻ ഈ 1 by 2ന്റെ പ്ലേസിൽ സൈൻ 5/6 എന്ന് കൊടുത്തു. ഇനി നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷം പഠിച്ചു, വീണ്ടും സൈൻ ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എന്താണ് മൈനസ് സൈൻ എക്സ് എന്ന് പഠിച്ചു. ഓർമ്മയുണ്ടോ? കഴിഞ്ഞ വർഷം ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന ചാപ്റ്ററിൽ പഠിച്ച ഒരു റിസൾട്ട് ആണ്. സോ മൈനസ് സൈൻ എക്സിനെ എനിക്ക് എങ്ങനെ എഴുതാം? സൈൻ ഓഫ് മൈനസ് എക്സ്. അപ്പോൾ മൈനസ് സൈൻ എക്സ് അതിനെങ്ങനെ എഴുതാം? സൈൻ ഓഫ് മൈനസ് എക്സ്, ഈ മൈനസ് അകത്തോട്ട് വരും, മൈനസ് 5/6 എന്ന് എഴുതാം. ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് സൈൻ വൈ. ആൻഡ് സൈനിലെ sin y equal to sin of this term. Therefore y equal to എന്ത് കിട്ടും? minus 5/6. y equal to minus 5/6 എന്ന് പറഞ്ഞാൽ minus 30 ഡിഗ്രി എന്ന് കിട്ടും. ഓർമ്മിക്കുക, ഇത് നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനകത്താണോ? സൈൻ ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്താണ്? -90ക്കും +90ക്കും ഇടയ്ക്കായിരിക്കണം. -90ക്കും +90ക്കും ഇടയ്ക്കുള്ള വാല്യൂ ആണ് -30. സോ ക്ലിയർലി വിച്ച് ഈസ് ആൻ എലമെന്റ് ഓഫ് -5/2, +5/2. അത് എഴുതണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾ ഓർപ്പിക്കുക. ഇതാണ് അതിനകത്ത് ഈ -5/6 ഈ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ അത് എന്താകത്തുള്ളൂ? പ്രിൻസിപ്പൽ വാല്യൂ ആകത്തുള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നെഗറ്റീവ് ഫംഗ്ഷൻ വന്നാൽ സൈൻ ഇൻവേഴ്സിന്റെ വാല്യൂ കാണുന്നത്. ഇതിൻ്റെയും ആവശ്യമില്ല, ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാം. ഒരു പ്രോപ്പർട്ടി അറിഞ്ഞാൽ മതി. നോക്കിക്കോളൂ, സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാം. സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സിനെ എങ്ങനെ എഴുതാം? മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് വേർ x element of closed interval -1, എക്സിന്റെ വാല്യൂ -1നും +1നും ഇടയ്ക്കായിരിക്കണം എന്നൊരു കണ്ടീഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എങ്ങനെ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാം? പറഞ്ഞോളൂ. വി ഹാവ് ടു ഫൈൻഡ് സൈൻ ഇൻവേഴ്സ് -1 by 2 ഈക്വൽ ടു യൂസിങ് ദാറ്റ് പ്രോപ്പർട്ടി. ഒറ്റ സ്റ്റെപ്പിൽ എഴുതാം. എന്തെഴുതാം? സൈൻ ഇൻവേഴ്സ് ഓഫ് -1 by 2നെ മൈനസ് എന്തെന്ന് എഴുതാം? സൈൻ ഇൻവേഴ്സ് 1 by 2. അകത്ത് കിടക്കുന്ന മൈനസിനെ പുറത്തെടുക്കാം. ഈക്വൽ ടു മൈനസ്, ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, സൈൻ ഇൻവേഴ്സ് 1 by 2ന്റെ വാല്യൂ. സൈൻ ഇൻവേഴ്സ് 1 by 2, സൈൻ എന്തിന്റെ വാല്യൂ ആണ് 1 by 2? 30 ഡിഗ്രി. ദാറ്റ് മീൻസ് 5/6. ഇതല്ലേ നമുക്ക് അവിടെയും കിട്ടിയത്. അങ്ങനെ ചെയ്താലും ഓക്കെയാണ്, ഇങ്ങനെ ചെയ്താലും ഓക്കെയാണ്. അപ്പോൾ എന്തറിയണം? ഈ പ്രോപ്പർട്ടി അറിയണം. ഇത് രണ്ട് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനൂടെ ഈ പ്രോപ്പർട്ടി നമുക്ക് എഴുതാം. ദാറ്റ് മീൻസ് നോക്കിക്കോളൂ, tan inverse മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് tan inverse എക്സ് എന്ന് എഴുതാം. കാരണം ഇത് തന്നെയാണ് tan ഓഫ് മൈനസ് എക്സ് എന്താണ്? മൈനസ് tan x. അതുകൊണ്ടാണ് ആ റിസൾട്ട് അങ്ങനെ എഴുതാൻ പറ്റുന്നത്. ഓക്കെ, ഫോർ വേർ എക്സ് എലമെന്റ് ഓഫ് എന്താണ്? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. വൺ മോർ, cosec inverse ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു അതിനും എന്തെഴുതാം? മൈനസ് cosec inverse എക്സ് എന്ന് എഴുതാം. വേർ എക്സ് മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 വിച്ച് ഈസ് ദ കണ്ടീഷൻ. വലിയ പ്രാധാന്യമൊന്നുമല്ല. ഈ മൂന്ന് റിസൾട്ട് ഓർമ്മിക്കുക. സൈൻ ഇൻവേഴ്സ്, tan ഇൻവേഴ്സ്, cosec inverse ഓഫ് മൈനസ് എക്സ് വന്നാൽ മൈനസ് പുറത്തെടുക്കാം. ആ പ്രോപ്പർട്ടി ഭംഗിയായിട്ടൊന്ന് മനസ്സിലാക്കുക. നമ്മൾ നേരത്തെ 3 പ്രോപ്പർട്ടി പറഞ്ഞു, ഇത് 4, 5, 6. ഓക്കെ, ക്വസ്റ്റ്യൻ. ഫൈൻഡ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് tan inverse -√3. ഓക്കെ, അപ്പൊ വീണ്ടും നമുക്കറിയാം പ്രോപ്പർട്ടി tan inverse ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? മൈനസ് tan inverse എക്സ് ഫോർ എവരി എക്സ് എലമെന്റ് ഓഫ് ആർ. ഏത് റിയൽ നമ്പറിനും ആ റിസൾട്ട് ട്രൂ ആണ്. സോ tan inverse -√3 നമുക്ക് എങ്ങനെ എഴുതാം? ഈക്വൽ ടു മൈനസ്, ഈ മൈനസിന് ഔട്ട്സൈഡ് എടുക്കാം, ബൈ പ്രോപ്പർട്ടി tan inverse
√3 എന്ന് എഴുതാം. കഴിഞ്ഞു. ഈസ് ഈക്വൽ ടു മൈനസ് എന്താണ് ടാൻ ഇൻവേഴ്സ് √3? ടാൻ ഇൻവേഴ്സ് എന്തിന്റെ വാല്യൂ ആണ് √3? ടാൻ ഇൻവേഴ്സ് √3 കാണണമെങ്കിൽ ടാൻ എന്തിന്റെ വിലയാണ് √3 എന്ന് അറിയണം. ടാൻ 60 ഡിഗ്രി. ടാൻ 60 ഡിഗ്രി ആണ് √3. സോ ടാൻ ഇൻവേഴ്സ് √3 60 ഡിഗ്രി. 60 മീൻസ് π/3 180/3 60 ഡിഗ്രി എന്ന് കിട്ടത്തില്ലേ? സോ വിച്ച് ഈസ് ദ ആൻസർ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കൊസീക് ഇൻവേഴ്സ് മൈനസ് √2? Again, cosec inverse of minus x നെ എങ്ങനെ എഴുതാം? മൈനസ് cosec inverse x. So മൈനസ് cosec inverse മൈനസ് പുറത്തെടുക്കാം √2 ഈക്വൽ ടു മൈനസ് നേരത്തെ പറഞ്ഞു cosec inverse √2 നെ sin inverse എന്തെഴുതാം? അതിന്റെ റെസിപ്രോക്കൽ 1/√2 എന്ന് എഴുതാം. ഈക്വൽ ടു മൈനസ് ഈ മൈനസ് എഴുതി sin inverse 1/√2. sin എന്തിന്റെ വാല്യൂ ആണ് 1/√2? 45 ഡിഗ്രി. സോ മൈനസ് 45 ഡിഗ്രി ദാറ്റ് ഈസ് മൈനസ് π/4 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇങ്ങനെയാണ് നെഗറ്റീവ് വാല്യൂസ് വന്നാൽ സൈൻ ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ്, കൊസീക് ഇൻവേഴ്സിന്റെ വാല്യൂസ് കാണുന്നത് യൂസിങ് ദീസ് പ്രോപ്പർട്ടീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് cos ഇൻവേഴ്സ് മൈനസ് 1/2. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാൻ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയൊരു വിഷയമുണ്ട്, അതുകൊണ്ട് ഞാൻ y എന്നെടുക്കുന്നു. സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞുതരാം. സോ അഗൈൻ cos ഇൻവേഴ്സ് മൈനസ് 1/2 y ആണെങ്കിൽ മൈനസ് 1/2 ഈക്വൽ ടു എന്തെഴുതാം? cos y മൈനസ് 1/2 നെ കോസിന്റെ ടേമിലോട്ട് കൺവേർട്ട് ചെയ്യണം. cos എന്തിന്റെ വാല്യൂ ആണ് 1/2? cos 60. 60 മീൻസ് π/3 180/3 60 ഈക്വൽ ടു cos y. ഇനി നമുക്കിവിടെ ഈ മൈനസ് കളയണം. നേരത്തെ സൈൻ ഓഫ് മൈനസ് എക്സ് മൈനസ് സൈൻ എക്സ് ആയിരുന്നു. ഇവിടെ കോസ് ഓഫ് മൈനസ് എക്സ് മൈനസ് കോസ് എക്സ് അല്ല. അപ്പൊ ആ റിസൾട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചു കോസ് പൈ മൈനസ് എക്സ് 180 മൈനസ് എക്സ് 180 മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് കോസ് എക്സ് എന്ന് പഠിച്ചു. ഓർമ്മയുണ്ടോ? അപ്പോൾ ഇവിടെ മൈനസ് കോസ് എക്സിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം? കോസ് 180 മൈനസ് എക്സ്. അപ്പോ മൈനസ് കോസ് എക്സ് ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് കോസ് പൈ മൈനസ് എക്സ്. എക്സിന്റെ സ്ഥാനത്ത് എന്താണ്? π/3 ഈക്വൽ ടു കോസ് വൈ. ശരിയല്ലേ? മൈനസ് കോസ് എക്സ് ഈക്വൽ ടു കോസ് പൈ മൈനസ് എക്സ് ദാറ്റ് ഈസ് കോസ്, സിംപ്ലിഫൈ ചെയ്യാം, 3π മൈനസ് പൈ ദാറ്റ് ഈസ് 2π/3 ഈക്വൽ ടു കോസ് വൈ. therefore y ഈക്വൽ ടു എന്ത് കിട്ടും? therefore cos y equal to cos 2π/3. therefore y equal to 2π/3. ഇത് നമ്മുടെ എന്താണ്? പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനകത്താണെന്ന് ഓർപ്പിക്കണം. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് കോസ് ഇൻവേഴ്സിന്റെ എന്താണ്? 0ക്കും 180ക്കും ഇടയ്ക്കായിരിക്കണം. 0ക്കും 180ക്കും ഇടയ്ക്കായിരിക്കണം. ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യണം. 2π/3 ഒന്ന് ചെക്ക് ചെയ്യുക. 2 into π means 180 ഡിഗ്രി by 3 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 60. 60 into 2 120 ഡിഗ്രി. ഇതെന്ത് കിട്ടി? 120. 0ക്ക് 180ക്ക് ഇടയ്ക്ക് തന്നെയാണ്. സോ വിച്ച് ഈസ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് മൈനസ് 1/2. കോസ് ഇൻവേഴ്സ് മൈനസ് 1/2ന്റെ വാല്യൂ എന്തെന്ന് കിട്ടും? 2π/3. വീണ്ടും ഇത്രയും സ്റ്റെപ്പ് എഴുതി ചെയ്യേണ്ട ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് ആൻസർ എഴുതാം. വീണ്ടും ഒരു പ്രോപ്പർട്ടി നോക്കുക. കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു, ഇവിടെ എന്താ വന്നേ? പൈ മൈനസ് എക്സ്. അത് തന്നെയാണ് പൈ മൈനസ് എന്താണ്? കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് എഴുതിയാൽ മതി. കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സിനെ എങ്ങനെ എഴുതാം? പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് വേർ എക്സ് എലമെന്റ് ഓഫ് ക്ലോസ്ഡ് ഇന്റർവൽ -1,1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാം? വി ഹാവ് ടു ഫൈൻഡ് കോസ് ഇൻവേഴ്സ് മൈനസ് 1/2. അതല്ലേ കാണണ്ടേ? ഈക്വൽ ടു എന്താണ് ഫോർമുല? കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ പൈ മൈനസ് കോസ് ഇൻവേഴ്സ് പ്ലസ് എക്സ്. ദാറ്റ് മീൻസ് കോസ് ഇൻവേഴ്സ് പ്ലസ് 1/2 എന്ന് എഴുതാം. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് 1/2. അത് നിങ്ങൾക്കറിയാം. കോസ് എന്തിന്റെ വാല്യൂ ആണ് 1/2? കോസ് 60 ഡിഗ്രി. ദാറ്റ് മീൻസ് π/3. that is equal to 3π minus π 2π/3 എന്ന് കിട്ടും. ഇതല്ലേ അവിടെയും കിട്ടിയത്. സോ ഈ രീതി ചെയ്യുന്നതായിരിക്കും ഈസി, കാരണം പ്രോപ്പർട്ടി അറിയാവുന്നത് കൊണ്ട്. ഓക്കെ, വിച്ച് ഈസ് പ്രോപ്പർട്ടി നമ്പർ 7. നമ്മൾ നേരത്തെ 6 പ്രോപ്പർട്ടി ഡിസ്കസ് ചെയ്തു. സിമിലർലി വി ക്യാൻ റൈറ്റ് sec inverse minus x equal to again pi minus
സീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാം, കോമ മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 വിച്ച് ഈസ് ദ കണ്ടീഷൻ. ഫൈനലി വൺ മോർ റിസൾട്ട് ഒരാളൂടെ ഉണ്ടായിരുന്നു. ആരാണ്? 9ാമത്തെ പ്രോപ്പർട്ടി cot inverse minus x. Cot inverse of minus x equal to, again that can be also written as, കാരണം cot inverse ന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്താണ്? പോസിറ്റീവ് വാല്യൂ ആണ്, അതുകൊണ്ട് മൈനസ് എടുത്ത് എഴുതാൻ പറ്റത്തില്ല. പൈ മൈനസ് എന്തെഴുതാം? അവിടെയും cot inverse x എന്ന് എഴുതാം, where x element of എന്താണ്? r. അപ്പോൾ ഞാൻ 3 പ്രോപ്പർട്ടിയുടെ പറഞ്ഞു. cos inverse of minus x, sec inverse of minus x, cot inverse of minus x വരുമ്പോൾ പൈ മൈനസ് അതിന്റെ പോസിറ്റീവ് ആംഗിൾ എഴുതിയാൽ മതി. ഓക്കെ, ഇത് അറിയാമെങ്കിൽ പ്രോബ്ലംസ് വളരെ ഈസി ആയിട്ട് ചെയ്യാം. Next question. Find the principal value of cot inverse minus root 3 is equal to cot inverse of minus root 3 ആണ് കാണേണ്ടത്. ബൈ പ്രോപ്പർട്ടി cot inverse of minus x ആണെങ്കിൽ എങ്ങനെ എഴുതാം? പൈ മൈനസ് cot inverse of positive angle എഴുതാം, that is root 3 minus root 3 പോസിറ്റീവ് ആംഗിൾ ആയിട്ട് എഴുതി, is equal to പൈ മൈനസ് cot inverse root 3 that can be written as tan inverse, നേരത്തെ പഠിച്ചു cot inverse root 3 ആണ് tan inverse reciprocal 1 by root 3. എന്ത് സിമ്പിൾ ആണ്, is equal to പൈ മൈനസ് tan inverse 1 by root 3 യുടെ വാല്യൂ എന്താണ്? tan എന്തിന്റെ വിലയാണ് 1 by root 3? 30 ഡിഗ്രി നമ്മൾ നേരത്തെ പറഞ്ഞു. സോ 30 ഡിഗ്രി പൈ ബൈ 6 180 ബൈ എന്താണ് 6, 180 by 6 എന്ത് കിട്ടും? 30 ഡിഗ്രി എന്ന് കിട്ടണേ. സോ വിച്ച് ഈസ് ദ ആൻസർ? പൈ മൈനസ് പൈ ബൈ 6 ക്യാൻ ബി റിട്ടൺ ആസ് 6 പൈ മൈനസ് പൈ, ദാറ്റ് ഈസ് 5 പൈ ബൈ 6 എന്ന് ആൻസർ എത്താൻ പറ്റും. ശരിയല്ലേ? നോക്കിക്കോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സീക്ക് ഇൻവേഴ്സ് മൈനസ് റൂട്ട് 2 equal to, നിങ്ങൾക്കറിയാം sec inverse of minus x is equal to pi minus sec inverse x. x ന്റെ വാല്യൂ എന്താണ് ഇവിടെ? root 2 is equal to pi minus sec inverse root 2 നെ എങ്ങനെ എഴുതാം? cos inverse 1 by root 2, നേരത്തെ പഠിപ്പിച്ച പ്രോപ്പർട്ടി അത് മനസ്സിലുണ്ടായിരിക്കണം. is equal to pi minus cos inverse 1 by root 2. cos എന്തിന്റെ വിലയാണ് 1 by root 2? 45 ഡിഗ്രി, that is pi by 4, 180 by 4, 45 is equal to എന്ത് കിട്ടും? 3 pi by 4, 4 pi എന്ന് പൈ കുറച്ചാൽ 3 pi by 4 which is the answer. ഒരു കാര്യം കൂടെ ഓർമ്മിക്കണം, ഇതെല്ലാം നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനകത്തുണ്ടെന്ന് ഉറപ്പിക്കണം, എങ്കിൽ മാത്രമേ ഇത് പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയാൻ പറ്റൂ. ഏതിന്റെ? സീക്ക് ഇൻവേഴ്സ് മൈനസ് റൂട്ടിന്റെ. അത് കറക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ വെരിഫൈ ചെയ്യാത്തത്. നിങ്ങൾ വെരിഫൈ ചെയ്ത് നോക്കണം എല്ലാ ക്വസ്റ്റ്യനിലും. ഓക്കെ, സോ സീക്ക് ഇൻവേഴ്സ് മൈനസ് റൂട്ട് 2 ഈക്വൽ ടു എന്ത് കിട്ടും? 3 pi by 4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് cos inverse of negative value, sec inverse of negative, cot inverse of negative values കാണാൻ പറഞ്ഞാൽ നമുക്ക് ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്താൽ വളരെ ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷന്റെ പ്രിൻസിപ്പൽ വാല്യൂസ് എങ്ങനെ കണ്ടെത്താം, ഒപ്പം ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷന്റെ ചില പ്രോപ്പർട്ടീസ്, ഏകദേശം 9 പ്രോപ്പർട്ടീസ് നമ്മൾ പരിചയപ്പെട്ടു. ഇത്രയും കാര്യങ്ങൾ ഭംഗിയായി മനസ്സിലാക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ 1-2 മാർക്കിനൊക്കെ ചോദിക്കത്തുള്ളൂ. പക്ഷേ ഈ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ തുടർന്നുള്ള ക്ലാസ്സുകൾ വളരെ ഈസിയാവും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി, ശ്രദ്ധാപൂർവം, ക്ഷമാപൂർവം നിങ്ങൾ ഇത് പഠിക്കുക, എഴുതി പഠിക്കുക, ഫോർമുലാസ് ഒക്കെ ഹൃദ്യസ്ഥമാക്കുക. എങ്കിൽ നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകൾ വളരെ സിമ്പിളായി പോകും. അപ്പോൾ എല്ലാവർക്കും നല്ല ദിനങ്ങൾ നേർന്നുകൊണ്ട്, ശുഭ ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.